പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് 2 ദിവസങ്ങൾക്ക് മുൻപ് കായിക ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടൊരു വാർത്ത പുറത്തേക്ക് വന്നു. പോർച്ചുഗൽ ഇന്റർനാഷണൽ ഫുട്ബോൾ താരവും ലിവർപൂൾ ക്ലബിലെ ഫുട്ബോൾ താരവുമായ സൂപ്പർ സ്റ്റാർ ഡിയാഗോ ജോട്ടയുടെയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ആൻഡ്രേ സിൽവയുടെയും മരണവാർത്തയാണ് നമ്മളെ തേടി വന്നത്. കാർ ആക്സിഡൻറ്റിലാണ് ഇരുവരും മരിച്ചത്. പോർച്ചുഗൽ ഇന്റർനാഷണൽ താരമായ ഡിയാഗോ ജോട്ടയുടെ മരണ വാർത്ത പുറത്തേക്ക് വന്നതിന് ശേഷം കായിക ലോകത്തു നിന്നും ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നുമുള്ള ഒരു ട്രിബ്യൂ ഡിയാഗോ ജോട്ടയ്ക്കും സഹോദരൻ ആൻഡ്രേ സിൽവയ്ക്കും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അതിലിപ്പോൾ WWE സൂപ്പർ താരമായ ഷെയ്മസ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ കുറിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു കട്ട ലിവർപൂൾ ഫാൻ ആണ് എന്നുള്ളത് പലർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ലിവർപൂളിൻ്റെ പല മത്സരങ്ങളും അദ്ദേഹം സ്റ്റേഡിയത്തിൽ പോയി കാണാറുണ്ട്. മത്സരങ്ങളെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളും റിസൾട്ടുകളും വിജയിച്ചാലും തോറ്റാലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഒപ്പീനിയൻസൊക്കെ അദ്ദേഹം എപ്പോഴും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട്. ഡിയാഗോ ജോട്ടയുടെ മരണ വാർത്ത ഷെയ്മസിനെ സംബന്ധിച്ചും വലിയ വിഷമത്തിലും ദുഃഖത്തിലും ആഴ്ത്തുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. ഷെയ്മസ് പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ്: റെസ്റ്റ് ഇൻ പീസ് ഡിയാഗോ ജോട്ട, നീ ഒറ്റയ്ക്കായിരിക്കില്ല, നിൻ്റെ ഓർമ്മകൾ എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഡിയാഗോ ജോട്ടയുടെ മരണ വാർത്ത എല്ലാ കായിക പ്രേമികളെ സംബന്ധിച്ചും വലിയ ദുഃഖത്തിലാഴ്ത്താനുള്ള കാരണം ഡിയാഗോ ജോട്ടയുടെ പ്രായം വളരെ കുറവായിരുന്നു. 30 വയസ്സിന് താഴെ മാത്രമേ ഡിയാഗോ ജോട്ടയുടെ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. കൂടാതെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിവാഹം കഴിഞ്ഞിട്ട് ഒരാഴ്ചയെ തികയുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സമയത്താണ് പോർച്ചുഗൽ ഇൻ്റർനാഷണൽ സ്റ്റാർ കൂടിയായ ഡിയാഗോ ജോട്ടയും അദ്ദേഹത്തിൻ്റെ സഹോദരനും ഒരു കാർ ആക്സിഡൻറ്റിൽ മരിക്കുന്നത്. പോർച്ചുഗലിൻ്റെ ഒരു ആരാധകൻ കൂടിയാണ് ഞാൻ. എന്നെ സംബന്ധിച്ചും വലിയൊരു വിഷമത്തിലാഴ്ത്തിയൊരു വാർത്ത തന്നെയായിരുന്നു ഡിയാഗോ ജോട്ടയുടെ മരണ വാർത്ത എന്ന് പറയുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ്, സ്മാക്ഡൗൺ ബ്രാൻഡിലെ റെസ്ലറും മുൻ NXT ചാമ്പ്യനും മുൻ NXTയുടെ നോർത്ത് അമേരിക്കൻ ചാമ്പ്യനായ കാർമെലോ ഹേസിൻ്റെ എൻഗേജ്മെൻറ്റ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. കാർമെലോ ഹേസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന അപ്ഡേറ്റ്സ് അനുസരിച്ചാണെങ്കിൽ NXTയിൽ വുമൻസ് നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻ ആയിരുന്ന കെലനി ജോർദൻ എന്ന് പറയുന്ന റെസ്ലറിനെയാണ് എൻഗേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാർത്ത പുറത്തേക്ക് വന്നത് ഇന്നലെയാണ്. കാർമെലോയും കെലനി ജോർദനും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഏകദേശം ഒരു വർഷത്തിലധികമായിട്ട് ഡേറ്റിങ്ങിലായിരുന്നു. അപ്പോൾ ഒഫീഷ്യലി എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, വിവാഹം വരാൻ പോകുകയാണ് എന്നാണ് ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത്. കാർമെലോയും കെലനി ജോർദനും WWE കോൺട്രാക്റ്റുള്ള റെസ്ലേഴ്സ് ആയതുകൊണ്ട് തന്നെ അതിൽ കെലനി ജോർദൻ മെയിൻ റോസ്റ്ററിലേക്ക് ഇനിയും വരേണ്ടതുണ്ട്. മെയിൻ റോസ്റ്ററിലേക്ക് വന്നാൽ ഒരു പവർ കപ്പിൾസായി മാറാൻ സാധ്യത കൂടുതലുണ്ട്. കാരണം കെലനി ജോർദന് വലിയൊരു പുഷ് തന്നെയാണ് NXTയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കെലനി ജോർദൻ മെയിൻ റോസ്റ്ററിലേക്ക് വന്ന് പിന്നീട് ഇരുവരെയും പെയറാക്കിയിട്ടുള്ള സ്റ്റോറിയൊക്കെ ചെയ്ത് ഒരു സൂപ്പർ കപ്പിൾ എന്നുള്ളൊരു നിലയിലേക്ക് പുഷ് ചെയ്താൽ നല്ല കിടിലൻ സ്റ്റോറി ലൈനുകൾ കാണാൻ സാധിക്കും. എന്തായാലും കാർമെലോ ഹേസും കെലനി ജോർദനും വിവാഹം കഴിക്കാൻ പോകുന്നു. എൻഗേജ്മെൻറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്ന ദിവസങ്ങളിൽ പങ്കുവെക്കാം. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരവും 17 തവണ WWE വേൾഡ് ചാമ്പ്യനുമായ നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ ജോൺ സിനയുടെ ഈ 17 തവണ ചാമ്പ്യൻ എന്നുള്ളൊരു റെക്കോർഡ് തകർക്കാൻ പോകുന്നത് ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഈ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് പങ്കുവെക്കുന്നത് റിക് ഫ്ലെയറിൻ്റെ മകളും വുമൻസ് ഡിവിഷനിലെ ടോപ്പ് സ്റ്റാറുമായ ഷാർലറ്റ് ഫ്ലെയർ ആണ്. കഴിഞ്ഞ ദിവസം ഷാർലറ്റ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തതിൽ റിക് ഫ്ലെയർ സ്വന്തം അച്ഛൻ്റെ റെക്കോർഡ് ജോൺസിനെ ബ്രേക്ക് ചെയ്തതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം എന്തൊക്കെയാണ് എന്നുള്ളത് ചോദിച്ചപ്പോൾ ഷാർലറ്റ് ആദ്യം പറഞ്ഞത് റെക്കോർഡുകൾ എപ്പോഴും ബ്രേക്ക് ചെയ്യപ്പെടേണ്ടതാണ്. ഒരാളുടെ പേരിൽ എപ്പോഴും ഒരു റെക്കോർഡ് ഉണ്ടായിരിക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. തൻ്റെ അച്ഛൻ്റെ പേരിൽ ഈ ഒരു റെക്കോർഡ് കുറേയധികം കാലം നിന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് ജോൺസനെയും അച്ഛനും കൂടി ഒരുമിച്ച് കൈവശം വെക്കുന്ന രീതിയിലേക്ക് മാറി. ഇപ്പോൾ സീന അത് 17 തവണ ചാമ്പ്യൻ ആക്കിയിട്ട് ആ ഒരു റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് മാറ്റി കുറിച്ചു. എന്തായാലും റിക് ഫ്ലെയർ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ലെവൽ അത് എവിടെയും പോകുന്നില്ല. സീന എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ റെസ്ലർ പെർഫോമർ ഈ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്തതിനോട് ആർക്കും മറിച്ചൊരു അഭിപ്രായം പറയാൻ ഉണ്ടാകില്ല. കാരണം ഇൻഡസ്ട്രി ഇപ്പോഴും നിലനിന്ന് പോകുന്നത് സീനയെ പോലെയുള്ള പെർഫോമർ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ സീന ഇപ്പോഴും ഉള്ളതുകൊണ്ടാണ് ഇൻഡസ്ട്രി ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ സീന അത് ഡിസർവ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ അർഹതയുള്ള ഒരു അംഗീകാരം തന്നെയാണ് ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത്. അതിൽ വ്യക്തിപരമായി എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. റിക് ഫ്ലെയറും സീന ആ ഒരു റെക്കോർഡ് വെട്ടിച്ചതിൽ സന്തോഷവാനാണ് എന്നുള്ളതും മകളായ ഷാർലറ്റ് ഫ്ലെയർ പങ്കുവെച്ചു. മറ്റൊരു ചോദ്യം വന്നത് ഷാർലറ്റ് ജോൺസണിയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഷാർലറ്റ് ഫ്ലെയർ പറയുന്നത് തൻ്റെ അച്ഛൻ്റെ ഒരു റെക്കോർഡ് വെട്ടിക്കാനുള്ള ഒരു ആഗ്രഹമാണല്ലോ തനിക്ക് ആദ്യം വരിക. അപ്പോൾ അച്ഛൻ്റെ ഒരു റെക്കോർഡ് വെട്ടിക്കുക എന്നുള്ളത് മാത്രമാണ് തൻ്റെ മുന്നിലുള്ള വലിയ ഒരു കടമ്പ. താൻ ഇപ്പോൾ 14 തവണ വുമൻസ് ചാമ്പ്യൻ ആയിട്ടുണ്ട്. ഇനിയും തൻ്റെ കരിയർ കുറച്ചും കൂടി കാലം ഉണ്ടായിരിക്കും. അതിനിടയിൽ തകർക്കാനുള്ള അവസരം കിട്ടിയാൽ താൻ ഒരിക്കലും വിടില്ല. ഇനി സീനയുടെ റെക്കോർഡും കൂടി ബ്രേക്ക് ചെയ്യാനൊരു അവസരം കിട്ടിയാൽ അതും താൻ വിടില്ല എന്നുള്ളതും ഷാർലറ്റ് പറയുന്നുണ്ട്. ഷാർലറ്റ് ഓൾറെഡി 14 തവണ വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യൻ ആയിട്ടുണ്ട്. ജോൺസനെ പോലെയുള്ള ഒരു മെയിൽ സൂപ്പർ സ്റ്റാറിൻ്റെ ഏറ്റവും കൂടുതൽ വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള ഒരു റെക്കോർഡ് ഷാർലറ്റിനെ പോലെയുള്ള ഒരു വുമൺ സൂപ്പർ സ്റ്റാർ തകർക്കുകയാണെങ്കിൽ അത് വലിയ വാർത്തയായിരിക്കും.
എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഷാർലറ്റ് ഏറ്റവും കൂടുതൽ വേൾഡ് ചാമ്പ്യൻ ആയിക്കൊണ്ട് ആ ഒരു റെക്കോർഡ് ഷാർലറ്റിൻ്റെ പേരിലേക്ക് മാറ്റിക്കുറിക്കും എന്നുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. ഇനി ഷാർലറ്റ് അല്ല മറ്റൊരു താരം ജോൺസണയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ആ താരത്തിൻ്റെ പേരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.